മലയാളികളുടെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബിജു നാരായണന്റെ ഭാര്യ ശ്രീലത നാരായണൻ ഓർമ്മയായിട്ട് 7 ആണ്ട് പിന്നിടുന്നു. ഭാര്യയുടെ ഓർമ്മ ദിനത്തിൽ വൈകാരിക കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ബിജു നാരായണൻ. 13/8/2026 പോയിട്ട് 7-ാം വർഷം. എന്നും എൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടാകും എന്നാണ് ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സംഗീത രംഗത്തുള്ളവരടക്കം നിരവധി പേർ ബിജു നാരായണന്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്നുമുണ്ട്. ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ശ്രീലത നാരായണനും ബിജു നാരായണനും വിവാഹിതരായത്. ക്യാൻസർ രോഗത്തെ തുടർന്നായിരുന്നു ശ്രീലത മരണപ്പെട്ടത്. ശ്രീലതയുടെ മരണം മലയാളികൾ ഏറെ സങ്കടത്തോടെയാണ് കേട്ടത്. ശ്രീലതയുടെ 2 ആഗ്രഹങ്ങൾ തനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ബിജു നാരായണൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ശ്രീ എന്നെ പിരിഞ്ഞെന്ന് തോന്നുന്നേയില്ല. ചടങ്ങുകൾ കഴിഞ്ഞ് ഈ വീടിന്റെ ഏകാന്തതയിലേക്ക് വന്നപ്പോൾ അവിടെ പലയിടത്തും ശ്രീയുടെ സാന്നിധ്യം എനിക്ക് നേരിട്ട് അനുഭവപ്പെടും പോലെ തോന്നി. ശ്രീ എൻ്റെ ജീവിത പങ്കാളിയും ആത്മസുഹൃത്തുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ശ്രീയാണ്. മാർച്ച് മാസത്തിൽ ശ്രീയുടെ രോഗത്തിന് കുറവ് വന്നപ്പോൾ അവൾ 2 ആഗ്രഹങ്ങൾ പറഞ്ഞു. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത പരിപാടിയിൽ പങ്കെടുക്കണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഒരു യാത്ര പോകണം. കുടുംബസമേതം ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോകാറുണ്ടായിരുന്നു. ഇത്തവണ നിങ്ങളെ കൂട്ടാതെ ഞാനും അച്ഛനും മാത്രമായി ഒരു യാത്ര പോകും. ശ്രീ മക്കളോട് പറയുകയും ചെയ്തു. പോളണ്ടിലേക്ക് ഒരു യാത്ര പോകണമെന്ന് ഞാനും പ്ലാൻ ചെയ്യുകയായിരുന്നു. പക്ഷേ ഒരിക്കലും സാധിക്കാത്ത മോഹങ്ങളായി അത് രണ്ടും മാറി എന്നാണ് ഭാര്യയുടെ ആഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ബിജു നാരായണന്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് സഹിക്കും എന്നൊക്കെയാണ് പലരും ചോദിച്ചത്. എന്നും തന്റെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും തന്നെ ഭാര്യയെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ആരാധകരും പറയുന്നത്. പലരും 2ാം വിവാഹമൊക്കെ കഴിക്കുന്ന സമയത്ത് ബിജു നാരായണൻ തന്റെ ഭാര്യയ്ക്കൊപ്പം തന്നെ തന്റെ ഭാര്യയുടെ ഓർമ്മകൾക്കൊപ്പം തന്നെയാണ് ജീവിച്ചത്. എന്തൊക്കെ സംഭവിച്ചാലും തന്റെ ഭാര്യയെ വിട്ടു പിരിയില്ല എന്ന ഒരു മഹാരാജാസിൽ ഏറ്റവും പ്രശസ്തമായ പ്രണയകഥയിലെ നായകന്മാരായിരുന്നു ഇരുവരും എന്നാണ് പറയുന്നത്. ബിജു നാരായണനും ശ്രീലതയ്ക്കുമൊപ്പം ഒരേ കാലത്ത് മഹാരാജാസിൽ പഠിച്ച ആളാണ് ടിനി ടോം. പ്രീ ഡിഗ്രി കാലത്ത് തന്നെ ഗായകൻ എന്ന രീതിയിൽ ഏറെ പ്രശസ്തനായിരുന്ന ബിജു നാരായണൻ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലെ മിന്നും താരമായിരുന്നു. ഒരുപാട് ആരാധകമാരുണ്ടായിരുന്നുവെങ്കിലും ബിജുവിന്റെ പ്രണയം ശ്രീലതയോടായിരുന്നു. മഹാരാജാസിൽ എല്ലാവർക്കും അവരുടെയും പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും താനായിരുന്നു പലപ്പോഴും അവരുടെ പ്രണയത്തിലെ ഹംസമായി പിണക്കങ്ങൾ തീർക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നതെന്നും ടിനി ടോം പറഞ്ഞിട്ടുണ്ട്. കോളേജ് കാലത്തിന് ശേഷവും പരസ്പരമുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ടിനി ടോമിന്റെയും ബിജു നാരായണന്റെ മക്കളും സുഹൃത്തുക്കളാണ്. 10 വർഷത്തെ പ്രണയത്തിന് ശേഷം 1998 ജനുവരി 23-നാണ് ബിജു നാരായണന്റെയും ശ്രീലതയുടെയും വിവാഹം. നിയമത്തിൽ ബിരുദമെടുത്ത ശ്രീലത ബിജുവിന്റെ പാട്ട് ജീവിതത്തിന് പൂർണ്ണ പിന്തുണയുമായി എന്നും കൂടിയുണ്ടായിരുന്നു. 2 ആൺമക്കളാണ് ബിജു നാരായണന്, ശ്രീലതയ്ക്കും. സിദ്ധാർത്ഥും സൂര്യനാരായണനും. ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരുന്ന ശ്രീലത അതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. 1 വർഷമായി ക്യാൻസർ ആണെന്നറിഞ്ഞിട്ട് 4ാമത്തെ സ്റ്റേജിൽ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ശ്വാസകോശ സംബന്ധിയായ ക്യാൻസർ ആയിരുന്നു.